ദക്ഷിണ ഏഷ്യയിലെ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യമാണ് നേപ്പാൾ. ഏറ്റവും മുകളിൽ ഹിമാലയൻ റീജിയൻ എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രതലമാണ്. ഈ പ്രദേശത്തെക്കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ 8 കൊടുമുടികൾ ഈ നേപ്പാൾ രാജ്യത്തിലാണ്. ഈ നേപ്പാളിലെ ജനസംഖ്യയിൽ 1/4 ഭാഗം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഇവിടുത്തെ മതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞാൽ 80% ആളുകളും ഹൈന്ദവ മതവിശ്വാസികളാണ്. 8% മാത്രമാണ് ബുദ്ധിസ്റ്റ് വിശ്വാസികളായിട്ടുള്ള ആളുകളുള്ളത്. ബാക്കി 12% ജൈന മതക്കാരും ക്രിസ്ത്യൻ മതക്കാരും അതുപോലെ തന്നെ ഇസ്ലാം മതക്കാരും ഉൾപ്പെടുന്ന ജനസമൂഹങ്ങളാണ്. ഹിന്ദുമതം ആഴത്തിൽ വേരൂന്നിയ ഒരു മണ്ണുകൂടിയാണ് നേപ്പാളിൻ്റേത്. അതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് നേപ്പാളിൽ പതിവായി എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ഒത്തിരിയേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ വിദേശികൾ നേപ്പാൾ സന്ദർശിക്കാനായിട്ട് വരാറുണ്ട്. ഒരുപക്ഷെ നേപ്പാളിൻ്റെ ഒരു വരുമാന മാർഗം തന്നെ ഈ വിദേശികളുടെ വരവും ഈ ടൂറിസവും ഒക്കെയാണ്. വളരെ വശ്യമനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള ഒത്തിരിയേറെ കാഴ്ചകൾ, ഒത്തിരിയേറെ മലനിരകൾ, അതുപോലെ തന്നെ മറ്റ് ഒത്തിരിയേറെ ആകർഷണീയമായിട്ടുള്ള ഹൃദയവർജകമായിട്ടുള്ള ഒത്തിരിയേറെ സ്ഥലങ്ങൾ നമുക്ക് നേപ്പാളിൽ കാണാനായിട്ടും സന്ദർശിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ആത്മീയതയും ടൂറിസവും ഇടകലർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. അതിനാൽ തന്നെ നേപ്പാളിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇവ രണ്ടിലും വേരൂന്നിയതാണ്. എന്നിരുന്നാൽ കൂടി മലയുടെ ചെരുവുകളിൽ വസിക്കുന്ന ആദിവാസി ഗോത്രങ്ങളുടെയും സമതലങ്ങളിൽ വസിക്കുന്ന കർഷകരുടെയും പ്രധാന വരുമാനമാർഗം കൃഷി തന്നെയാണ്. പ്രധാനമായും നേപ്പാളിൽ കൃഷി ചെയ്തു വരുന്നത് നെൽകൃഷി തന്നെയാണ്. അരിഭക്ഷണം കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ടൂറിസവും അതിനോട് അനുബന്ധിച്ച മേഖലകളിലുമായാണ് സമതലങ്ങളിൽ വസിക്കുന്നവർ ഭൂരിപക്ഷവും ജോലി ചെയ്തു പോരുന്നത്. നേപ്പാളിലെ നിരത്തുകളിൽ അധികവും കാണപ്പെടുന്നത് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളാണ്. നേപ്പാളിൽ നിന്ന് കരമാർഗം ചെന്നെത്താൻ കഴിയുന്ന ഏറ്റവും അടുത്ത രാജ്യവും ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലും മറ്റ് പ്രകൃതിവാതകങ്ങളും അസംസ്കൃത വസ്തുക്കളും വാഹനങ്ങളുമെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നേപ്പാളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. കൃഷിയും കാലി വളർത്തലും ചെറുകിട കച്ചവടവും ചെയ്ത് സാധാരണക്കാർ അന്നു വേണ്ട വക കണ്ടെത്തുന്ന നാടുകൂടിയാണ് നേപ്പാൾ. ഈ നാട്ടിലെ മണ്ണിൻ്റെ ഘടന വളരെ മൃദു ആയതിനാൽ മണ്ണിടിച്ചിൽ എല്ലാ സമയത്തും ഇവിടെ സംഭവിക്കാറുണ്ട്.